പ്രിയമുള്ളവരെ, എൻ്റെ പേര് ബിജു മാത്യൂസ്. ഞാൻ പാലായിൽ കൊട്ടാരമറ്റത്ത് സെൻറ്റ് ജൂഡ് ഇലക്ട്രിക്കൽസ് എന്ന കട നടത്തുന്നു. കൊട്ടാരമറ്റത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലായിൽ ഉണ്ടായ ഒരു സംഭവ വികാസമായിരുന്നു. പാലായിൽ തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു ഭൂമിയിൽ കണ്ടെത്തുകയുണ്ടായി. പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഭൂമിയിലാണത് കണ്ടെത്തിയത്. അതിനുശേഷം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പാലായുടെ ഒരു പഴയ കാലത്തെ അങ്ങനെ ഒരു സംസ്കൃതിയെ പറ്റിയൊക്കെ ചിന്തയുണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഇവിടെ പാലായിലെ തന്നെ ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഭാഗത്തൂടെ പോകാനിടയായി. അവിടെ വെച്ച് ഇതുപോലെ ഒരു പീഠം, ഒരു വിഗ്രഹത്തിൻ്റെ താഴത്തെ പീഠം, അത് പീഠമാണെന്നും മനസ്സിലായിരുന്നില്ല എനിക്കാദ്യം. ആ പീഠം കണ്ടെത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പാട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ദയപ്രസംഗത്തിൽ കണ്ടെത്തിയുണ്ടായി. അപ്പോൾ ആ വിവരങ്ങൾ നിങ്ങളോടെല്ലാം ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. താങ്ക് യു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെള്ളാപ്പാട് അമ്പലത്തിന് മുമ്പിലാണ്. ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. ഞാൻ കാലത്തെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് ഈ അമ്പലത്തിൻ്റെ ഇവിടെ വരാനൊരു കാരണമുണ്ട്. ഈ വെള്ളാപ്പാട് അമ്പലത്തിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു കല്ല് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ കല്ല് കഴിഞ്ഞ ദിവസം വെള്ളാപ്പാട് ഉള്ള ഒരു വീടിൻ്റെ പരിസരത്ത് ഞാൻ ഒരു പാടത്തിൻ്റെ സൈഡിൽ വെച്ച് ഞാനാണ് കണ്ടത്. ഈ കണ്ട വിവരം ഞാൻ 1-2 പേരോട് പറഞ്ഞിരുന്നു. അപ്പോൾ വെള്ളാപ്പാട് അമ്പലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ദേവപ്രശ്നം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിരുന്നു. ആ ദേവപ്രശ്നത്തിൽ ഇതുപോലെ ഒരു കല്ല് എവിടെയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് ഒരു ആൾ വിളിച്ച് പറയുകയായിരുന്നു. ഏതായാലും ഞാൻ ഈ കല്ല് കാണാനുണ്ടായ സാഹചര്യത്തിന് ഒത്തിരി ഒരു നിമിത്തങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് നിമിത്തം എന്ന് പറയുന്നത്, ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പാടത്തിൻ്റെ സൈഡിലൂടെ പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് പാടത്തിൻ്റെ സൈഡ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഇടവഴിയാണ്. ഇടവഴിയൂടെ പോകുന്ന സമയത്ത് ഞാൻ ഈ കല്ലിൻ്റെ സൈഡിൽ കൂടെ പോയപ്പം ഇതെന്തോ ഒരു വിശുദ്ധ പീഠം പോലെ എനിക്ക് തോന്നി. ഞാൻ ഈ വിവരം ഒരു പരിധി വരെ ഞാൻ ആദ്യം ഇത് അവഗണിച്ചു എന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ വിചാരിച്ചു, എന്തേലും ആട്ടെ പോട്ടെ, ഇതിപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞ് ഒരു വിവാദം നാട്ടിലാകണ്ട, അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് കരുതി ഞാൻ ആ പാടത്ത് പോയി. ആ പാടത്ത് നടക്കുന്ന JCBയുടെ പണി നടക്കുന്നുണ്ട്. ആ പാടത്ത് കുറച്ച് ഡെവലപ്മെന്റുകൾ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് നോക്കി കണ്ടിട്ട് ഞാനത് ആ സൈഡിൽ നിന്ന് ആ പാടത്തിന്റെ സൈഡിലോട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുമായിരുന്നു. ഇറങ്ങി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ശ്രമിക്കുമായിരുന്നു. അതിലൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി അവിടെ ഇട്ടിട്ടുണ്ടോ എന്നറിയാനാണ് പോയത്. അപ്പോഴാണ് ഇട്ടിട്ടില്ലെന്ന് അറിഞ്ഞു. എന്നിട്ട് ഞാൻ ആ കല്ലെ ചവിട്ടി ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ആ കല്ലുൾപ്പെടെ ഒരു 10 അടി താഴ്ചയിലുള്ള വെള്ളാപ്പാട് പാടത്ത് കുഴി പോയി. എന്റെ കയ്യിൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണും ഉണ്ടായിരുന്നു. ഈ ഫോണ് ഞാൻ ചാടി പിടിച്ചു. ഏതായാലും എന്റെ പോക്കറ്റിൽ നിന്ന് ഈ ഫോൺ ഞെക്കി പിടിച്ച് പോയി ഞാൻ കുഴി പോയി. അന്ന് ഞാൻ ഈ ഷർട്ടാണ് ഇട്ടിരുന്നത്. അത് ഒരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ പുത്തൻ ഷർട്ടായിരുന്നു. ആ ഷർട്ട് മുഴുവൻ ചെളിയായി. ഞാൻ കുഴി പോയിട്ട് എനിക്ക് ആ കുഴിയിൽ നിന്ന് കയറാൻ പറ്റില്ല. കാരണം ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. കുഴിന്ന് പറഞ്ഞ തോടാണ്. ഇത്രയും വെള്ളമുണ്ട്. പോരാത്തതിന് ഇത് ചെളിക്കുഴിയാ. അപ്പം കയറി പോരാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ഒരു തെങ്ങിൻ തടി കിടപ്പുണ്ടായിരുന്നു. അതൊരു കൈക്ക് വലിച്ച് കൊണ്ടുവന്നിട്ട് ആ തെങ്ങിൻ തടിയെ ചവിട്ടി ആ കുഴിന്ന് കയറി വന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീടിൻ്റെ അടുപ്പ് ഞാൻ എൻ്റെ ഷർട്ടും എല്ലാം കഴിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു വെള്ളാപ്പാടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു. മനോജാണ്. മനോജ് വന്നപ്പം മനോജിനോട് ഞാൻ ചോദിച്ചു, മനോജിനോട് കൂടി എൻ്റെ ഷർട്ടെല്ലാം കഴുകിയൊക്കെ തന്നു. അതിനുശേഷം ഇത് എനിക്ക് ഷർട്ട് കഴുകിയതിന് ശേഷം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും, ഞാൻ ഇതുപോലെ കുഴി പോയി, എനിക്ക് അതിൽ അപകടമൊന്നും പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ഓർത്ത്, ഒരു പക്ഷേ ഈ കല്ല് ഞാൻ കണ്ടിട്ട് അവഗണിച്ചതാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഈ കല്ലിന്റെ കാര്യം ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള വെള്ളാപ്പാട് അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് വിനോദിന് അയച്ചു കൊടുത്തിട്ട്, വിനോദ് ഇങ്ങനെ ഒരു സംഭവമാണ്, ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു. അവര് തീർത്ഥയാത്രയിലായിരുന്നു. വെള്ളാപ്പാട് അമ്പലത്തിൽ നിന്നുള്ളവരെല്ലാം തീർത്ഥയാത്രയിലായിരുന്നു. അപ്പോൾ ആണിത് അവർക്ക് അറിയുന്നത്. അപ്പോൾ വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ തിരിച്ചു വന്നപ്പോൾ ഈ ദേവപ്രശ്നത്തിന്റെ കാര്യം വരാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ കാര്യം അവരോട് സ്ഥലം പറയുകയും ചെയ്തു. ഏതായാലും ദേവപ്രശ്നത്തിന്റെ കാര്യം അപ്പോൾ ഇത് അവരും പറഞ്ഞു, അത് ചിലപ്പോൾ ഒരു വീട്ടിൽ ആരാധനയ്ക്ക് വെച്ചിരുന്നായിരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ദേവപ്രശ്നത്തിൽ എന്നെ വിളിച്ച് ആ ദിവസം ഒന്ന് ചെല്ലാൻ വിളിച്ചിരുന്നതാണ്. പോകാൻ പറ്റിയില്ല, ഞാനും തിരക്കിലായിരുന്നു. പിന്നെ വല്ലാതെ മഴയൊക്കെ ആയിരുന്നു, അതിനും പോകാൻ സാധിച്ചില്ല. ഇന്ന് കാലത്ത് ഇതുപോലെ തന്നെ ഞാൻ പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ എന്നോട് വിനോദം വിളിച്ചിട്ട് പറഞ്ഞു, ബിജു, ഞങ്ങൾക്ക് ഇന്നലെ ദേവപ്രശ്നത്തിൽ ഇതുപോലെ ഈ കല്ലിന്റെ സൂചനകൾ അവിടെ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് ഈ 200 മീറ്റർ മാറി ഒരു കല്ലുണ്ട്. അത് ഈ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആണ്
ഈ ദേവപ്രശ്നം നടന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ശിലയാണ് ഇതെന്നും ആ ശില പോയി കണ്ടെത്തിയിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പം വെള്ളപ്പാട് ഈ അമ്പലത്തിൽ ഇതിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് ഈ കല്ലിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞെന്നും ഈ കല്ല് ഇങ്ങനെ പുരാതനമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിന്റെയാണ് നടന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്ന ഒരു കല്ലാണെന്നാണ് അവിടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത്. അങ്ങനെ ഈ കല്ല് കൊണ്ട് ഇവിടെ വെച്ചിരിക്കുവാണ്. അപ്പൊ ഞായറാഴ്ച ഞാൻ പള്ളി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പള്ളി കഴിഞ്ഞ് ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ്. അപ്പോൾ കാണാൻ വന്നപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് സുനിൽ ഇവിടെ എന്തോ കാര്യത്തിന് വന്നപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സുനിൽ ചോദിച്ചാൽ എന്നാ ബിജു? അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ കുടുംബമുണ്ട്, ഷൊബിനുണ്ട്, ഞങ്ങളിവിടെ വന്നത് കാണാൻ വന്നതാണ്. കാരണം ഇങ്ങനെ ഇതിന്റെ പ്രാധാന്യം അത്രയും പ്രാധാന്യമുള്ള ഒരു ശിലയാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഏതായാലും അത് വിശ്വാസികളെ സംബന്ധിച്ച് ഓരോ വിശ്വാസത്തിന്റെ ആ പ്രാധാന്യം തന്നെ ഞാനും തിരിച്ചറിയുന്നു. ആ വിശ്വാസപരമായിട്ട് ഈ കല്ല് ഇതൊരു ഇവിടെ തൊട്ടടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെയുള്ള വിഗ്രഹങ്ങൾക്കെല്ലാം ചുവട്ടിൽ ഇതുപോലെ ഒരു കല്ലുണ്ട്. ഞാനൊക്കെ ഓർത്തിരുന്നത് എപ്പോഴും ഈ കല്ല് എടുത്തു വെക്കുന്നത് ഈ മേളിലേക്ക് എടുത്തു വെക്കുവാണ് വിഗ്രഹങ്ങളെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ നടുക്ക് ഇത്രയും ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹങ്ങൾ ചുവട് ഇതിലേക്ക് ഇറക്കി വെക്കുക. കാരണം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല. ഇതാണെങ്കിലും ഈ കല്ലിന് ചെറു കേടുപാടൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, ഇവിടെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതെന്തോ അങ്ങനെ അവഗണിക്കപ്പെട്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ് ഈ വെള്ളപ്പാട് ഏതായാലും ഇതിന്റെ ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നു. കാണാൻ വന്നേ ഉള്ളൂ. കാണാൻ വന്നപ്പം ഞാൻ ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യുന്നു. കാരണം ഇത് ഓരോ കാര്യങ്ങളും മനുഷ്യന്റെ ഏറ്റവും വിശ്വാസത്തിനോടൊപ്പം തന്നെ നമ്മുടെ പഴയ കാലത്തെ പറ്റി ഈ ഒരു പ്രദേശത്തിന്റെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു വിശ്വാസങ്ങളെ പറ്റി അവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണതകളൊക്കെ നമുക്ക് തെളിഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമായിട്ട് നോക്കിയാലും അറിയാം. ഇവരുടെ ദേവപ്രശ്നത്തിൽ അവരത് കണ്ടുപിടിക്കുന്നു. അതൊക്കെ അങ്ങനെ തന്നെ പോകട്ടെ. അത് കാണാൻ വന്നു. അപ്പം ഇതിന് രണ്ട് രീതിയിലുണ്ട്. വിശ്വാസത്തിന്റെ രീതിയിൽ കാണുന്നുണ്ട്. അത് ഇത്രയും പുരാതനമായ കാര്യത്തിന്റെ ആ കാലത്തെ നിർണ്ണയിക്കാൻ പറ്റും. അത് കൗതുകകരമായ ഒരു സംഭവമാണ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ട് കാണാം. നല്ല ഒരു നിമിത്തം ഉണ്ടെന്ന് കൂടി വിചാരിക്കുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ നന്മകൾ മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നന്മ ഉണ്ടാവും. എന്നോട് വീഡിയോ എടുക്കുന്നത് എൻ്റെ സുഹൃത്ത് സുനിലാണ്. സുനിലിൻ്റെ അച്ഛനായിട്ട് എനിക്കറിയാം. പൊന്നാണന് എന്നെ ഇവിടെ വിഷുവിനായിരുന്നു വിഷു കൈനീട്ടം എനിക്ക് വിളിച്ചു തരുന്നതായിരുന്നു. സുനിലിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. അപ്പം അങ്ങനെ വീഡിയോ ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ. ഈ കാഴ്ചകളോടുകൂടി എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇത് എല്ലാവരുടെയും വിശ്വാസങ്ങൾ കൂട്ടിയുറപ്പിക്കുന്ന സ്നേഹ അന്തരീക്ഷം കൂടുതൽ ബലവത്താക്കുന്നതും ആകണം. അതിനു വേണ്ടിയിട്ട് ആയിരിക്കട്ടെ ഇത്തരം സംഭവങ്ങൾ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.